ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുമിത്രയോട് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മകൻ തൻ്റെ ഉള്ളിലെ രഹസ്യങ്ങളെല്ലാം പറയുവാണ്. അപ്പോൾ അതൊക്കെ കേട്ട് സുമിത്ര ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുക കേട്ടോ. സുമിത്രയ്ക്ക് ശരിക്കും പറഞ്ഞാൽ വിഷമമായി. അമ്മയോട് കള്ളം പറയാൻ എനിക്ക് പറ്റില്ല, അച്ഛൻ ഇതൊന്നും പറയരുതെന്ന് പറഞ്ഞതാണ്, ഈ വീട് അമ്മയുടെ പേരിൽ വാങ്ങിത്തന്നത് അച്ഛനാണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം അതൊക്കെ കേട്ട് സുമിത്ര ഇങ്ങനെ ആകെ വല്ലാണ്ട് നിൽക്കുക. ഇനിയിപ്പോൾ ഇവിടെ താമസിക്കണോ അതോ പോണോ നിൽക്കണോ അതൊന്നും സുമിത്രയ്ക്ക് അറിയില്ല. സുമിത്ര ഒരു നിമിഷത്തേക്ക് ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഇതൊക്കെ അമ്മയോട് ഒരിക്കലും പറയരുതെന്ന് എന്നോട് നിർബന്ധിച്ചിരുന്നു. മാത്രമല്ല, ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും അച്ഛൻ അമ്മയ്ക്ക് കേൾക്കെ വായിച്ച് തരണം എന്ന് വരെ എന്നോട് പറഞ്ഞിരുന്നു, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക നമ്മുടെ മകൻ. ഇതൊക്കെ കേട്ട് സുമിത്ര നിന്നിങ്ങനെ കരയുക. അപ്പോൾ അന്ന് തൊട്ട് പണ്ട് സിദ്ധുവിൻ്റെ കൂടെ ജീവിതം ആരംഭിച്ച കാലം തൊട്ട് സിദ്ധു അവഗണിച്ചതും സിദ്ധു തള്ളിപ്പറഞ്ഞതും പുറങ്കാലുകൊണ്ട് വലിച്ചെറിഞ്ഞതുമായ കാര്യങ്ങളെല്ലാം നമ്മുടെ സുമിത്ര ഒരു നിമിഷത്തേക്ക് ആലോചിക്കുന്നു. പൊട്ടിക്കരയോ എന്നിട്ട് നമ്മുടെ സുമിത്ര. അങ്ങനെ സുമിത്രയോട് നമ്മുടെ സിദ്ധു ക്ഷമ ചോദിച്ച കാര്യങ്ങൾ വരെ പറയുന്നു. ഇതൊക്കെ കേട്ട് അനിരുദ്ധ് ഇങ്ങനെ അമ്മയോട് ഓരോന്ന് പറയുമ്പോൾ സുമിത്ര ഇങ്ങനെ തുറച്ചാൽ നോക്കുന്ന അനിരുദ്ധിന്. ഒന്നും മിണ്ടുന്നില്ല സുമിത്ര. ഒന്നും മിണ്ടാതെ സുമിത്ര പടി ഇറങ്ങി പോവുക. സുമിത്ര അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴേക്കും അനിരുദ്ധിൻ്റെ മുഖവും വല്ലാതെയായി. അമ്മ ഒരു തീരുമാനങ്ങളും പറയാതെയാണല്ലോ പോയത്. നേരെ എന്നിട്ട് ഇവരുടെ വാടക വീട്ടിൽ പോയി സുമിത്ര ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇപ്പം നിനക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? മറ്റുള്ളവരെ എങ്ങനെ വില മതിക്കണമെന്ന് നീ അവനെ കണ്ടു പഠിക്കുക എന്നും പറഞ്ഞുകൊണ്ട് സിദ്ധുവിനെ കുറിച്ച് കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ സരസ്വതി അമ്മ നൈസായിട്ട് സുമിത്രയുടെ മുന്നിൽ അവതരിപ്പിക്കുക. ഇത്രയൊക്കെ ആയിട്ടും അവന് നിന്നോടുള്ള സ്നേഹം അത് എത്രത്തോളമാണെന്ന് നീ കണ്ടോ? നിനക്ക് അവനോട് ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടോ? ഈ കുടുംബത്തെക്കുറിച്ചുള്ള ആധി അവൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടല്ലേ അവൻ അങ്ങനെയൊക്കെ ചെയ്തത്. ഞാൻ എൻ്റെ മക്കളെ വളർത്തി വലുതാക്കിയ വീടാ അത്. ആ വീട് നഷ്ടപ്പെടുത്തി കളയാൻ എനിക്ക് പറ്റില്ല. സുമിത്രേ, നീ അങ്ങോട്ട് വന്നേ പറ്റുമെന്ന് പറഞ്ഞപ്പം പോകേണ്ടവർക്കൊക്കെ അങ്ങോട്ടേക്ക് പോകാം, പക്ഷെ ഞാൻ വരില്ല എന്ന് സുമിത്ര തീർത്തു പറഞ്ഞു. എന്നെ കൊണ്ട് അതിന് പറ്റില്ല മോനെ എന്ന് അനിരുദ്ധിനോട് സുമിത്ര പറയാം. അപ്പം നിനക്ക് നാണമുണ്ടോടി ഇങ്ങനെ പറയാനായിട്ട്? വല്ല വട്ടിപ്പരിശക്കാരൻ്റെ കയ്യിൽ നിന്ന് അവൻ ചോദിച്ച കാശും കൊടുത്ത് എൻ്റെ മോൻ അത് നിൻ്റെ പേരിൽ വാങ്ങി തന്നപ്പോൾ നിനക്കെന്താടി അഹങ്കാരമോ? അവിടെ പോയി താമസിച്ചാൽ നിനക്കെന്താ ഉറക്കം വരില്ലേന്ന് ചോദിച്ചു. അന്നേരം അച്ഛനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അനിരുദ്ധ്. ഈ കാര്യം ആരോടും പറയരുതെന്ന് അച്ഛൻ എന്നോട് പ്രത്യേകിച്ചും പറഞ്ഞതാ. എന്നിട്ടും ഞാനത് നിങ്ങളോടെല്ലാവരോടും പറഞ്ഞത് സത്യം എല്ലാവരും അറിയട്ടെ എന്ന് കരുതിയ. അതിൻ്റെ പേരിൽ അമ്മ ഇങ്ങനെ താഴ്ത്തിക്കെട്ടാനൊന്നും അച്ഛമ്മ നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. സത്യത്തിലെ അവൻ ആ വീട് തിരിച്ചു വാങ്ങിച്ചു തരേണ്ടത് എൻ്റെ പേരിലായിരുന്നു എന്ന് സരസ്വതി അമ്മ കെട്ടിയ അവസരം കയറ്റി അങ്ങ് പറഞ്ഞു. പക്ഷേ അവൻ അത് ചെയ്തില്ല. അത് അവൻ്റെ വിവരക്കേട്, അല്ലാതെ ഇപ്പം എന്തു പറയാനാ? ഒരിക്കൽ ഉപേക്ഷിച്ച ഭാര്യയായിരുന്നിട്ടും അവൻ നിൻ്റെ പേരിൽ അത് വാങ്ങി തന്നതേ എന്തുകൊണ്ടാണെന്ന് നിനക്കൊന്ന് ചിന്തിച്ചൂടെ സുമിത്രേ? അവൻ ഇപ്പോഴും നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. അത് നീ മനസ്സിലാക്കുന്നില്ല. എന്തായാലും നീ കൊള്ളാം സുമിത്ര എന്നൊക്കെ പറഞ്ഞ് സരസ്വതി അമ്മ നിൽക്കുമ്പം അച്ചമ്മയൊന്നും മിണ്ടാതിരിക്കുക. എന്തായാലും നമ്മൾ അങ്ങോട്ട് തന്നെ പോകുമെന്ന് അനിരുദ്ധ് അന്നേരം അവിടെ നിന്ന് പറയാം. സുമിത്ര അന്നേരം അനിരുദ്ധിനെ ഇങ്ങനെ നോക്കുക കേട്ടോ. ഇല്ല, നമ്മൾ അമ്മയ്ക്കൊപ്പം അങ്ങോട്ട് പോയില്ലെങ്കിൽ നമ്മൾ ആരും അങ്ങോട്ട് പോകില്ല, ആ വീടിയെ പൂട്ടിയിടുമെന്ന് പറഞ്ഞു. നിങ്ങളാരും പോകണ്ട, ഞാൻ പോയി താമസിച്ചോളാമെന്ന് സരസ്വതി അമ്മ. ഇതിനകത്ത് ഇപ്പം അച്ഛമ്മ അഭിപ്രായം പറയേണ്ട യാതൊരു കാര്യവുമില്ല. അത് തീരുമാനം അമ്മയുടേത് മാത്രമാണ് നമ്മുടെ അനിരുദ്ധ് അങ്ങ് പറഞ്ഞു. സരസ്വതിമയ്ക്ക് സഹിക്കുമോ? ഭയങ്കര ദേഷ്യമായി. അപ്പോൾ മോനെ, എന്നെക്കൊണ്ട് പറ്റാഞ്ഞിട്ടാടാ എന്നിങ്ങനെ മകനോട് പറയണു സുമിത്ര. എൻ്റെ മനസ്സതിനെ അനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞ് സുമിത്ര അകത്തേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പം അമ്മേ, ഒരു കാര്യം ഞാൻ അമ്മയോട് പറയാം. ഒരു ഭാര്യ എന്നുള്ള നിലയിൽ ചെയ്യാൻ പാടില്ലാത്തതെല്ലാം അച്ഛൻ അമ്മയോട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ശിക്ഷകളെല്ലാം അച്ഛൻ അനുഭവിച്ച് കഴിഞ്ഞില്ലേ അമ്മയെന്ന് ചോദിച്ചു. ഇനിയും ശിക്ഷിക്കണോ? ഇപ്പോൾ അച്ഛന് നല്ല കുറ്റബോധമുണ്ട്. ആ കുറ്റബോധത്തിൽ അച്ഛൻ ജീവിക്കുന്നത്. ചെയ്തു പോയതിനെല്ലാം അമ്മയോട് മാപ്പ് പറയണമെന്ന് പോലും അച്ഛനുണ്ട്. പക്ഷേ അമ്മ ഈ കാണിക്കുന്ന നിന്നയും അല്ലെങ്കിൽ അമ്മ ഈ കാണിക്കുന്ന അവഗണനയും അതുമാത്രം മതി അച്ഛനുള്ള ശിക്ഷയായിട്ട്. അമ്മ അതൊന്നും മറന്നു പോകരുത്. ഒന്നുമില്ലെങ്കിലും അച്ഛനൊരു മനുഷ്യനല്ലേ? ചെയ്ത തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കാൻ ഒരവസരം അത് കൊടുത്തൂടെ അമ്മയെന്ന് ചോദിച്ചു. അതെങ്കിലും അച്ഛൻ അനുവദിച്ചു കൊടുത്തൂടെ അമ്മയ്ക്കെന്നൊക്കെ ചോദിച്ചാൽ അനിരുദ്ധ് ഇങ്ങനെ സുമിത്രയുടെ മനസ്സ് മാറ്റിയെടുക്കുക. സുമിത്ര എന്നിട്ട് ഇങ്ങനെ ഒന്ന് ആലോചിക്കുക, മകൻ പറഞ്ഞത് ശരിയാണോ എന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അനിരുദ്ധ് അമ്മയോട് പറഞ്ഞു. അമ്മേ, ഇനി ഒരിക്കൽ അച്ഛൻ തിരിച്ചു വരും. അന്ന് അമ്മ അച്ഛന് ക്ഷമ കൊടുക്കും, ക്ഷമ ഇതാന്നൊക്കെയാണ് പറഞ്ഞതെന്നുള്ള കാര്യം പറയുമ്പോൾ അച്ഛൻ അങ്ങനെ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ പോയെങ്കിലും അതിനുള്ള ആയുസ് അച്ഛൻ ഈശ്വരൻ കൊടുത്തില്ലെങ്കിലോ അമ്മേ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ സുമിത്രയ്ക്ക് വല്ലാതെയായി. അപ്പോൾ സിദ്ധു മരിക്കും എന്നുള്ള രീതിയിൽ ഒരു മാടിനെ പോലെ ശ്രീനിലയത്തിൽ അമ്മ പണിയെടുത്തതാണ്. പക്ഷേ
ഒരു മഹാറാണിയെപ്പോലെ അമ്മയെ ഇനി ശ്രീനിലയത്തിൽ താമസിപ്പിക്കണമെന്നാണ് അച്ഛൻ എന്നോട് പറഞ്ഞിരിക്കുന്നതെന്നുള്ള കാര്യം മകൻ പറയാം. അത് ചെയ്യാമെന്ന് ഞാൻ എൻ്റെ അച്ഛന് വാക്കു കൊടുത്തതാണ്. ആ വാക്കു പാലിക്കാൻ അമ്മ എന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചിട്ട് നമുക്ക് അവിടെ പോയി താമസിക്കാം അമ്മേ, അമ്മയുടെ വെറുപ്പും വിദ്വേഷവും ഒക്കെ മാറ്റണം, നമുക്കവിടെ പോയി താമസിച്ചൂടെ അമ്മേ എന്നൊക്കെ ചോദിച്ചു. എൻ്റെ മോൻ ചത്ത് കണ്ടിട്ട് നിന്നെ അങ്ങോട്ട് കെട്ടിയെടുക്കത്തുള്ളൂ, അതിനാണോ നീ കാത്തിരിക്കുന്നത് എന്ന് സരസ്വതി അമ്മ സിദ്ധുവിനെ വെച്ച് ചോദിക്കുക സുമിത്രയോട്. ഇത്രയും വലിയ പക അവനോട് നിന്റെ മനസ്സിലുണ്ടോ സുമിത്രേ എന്ന് ചോദിച്ചപ്പോൾ അമ്മേ, കുറ്റബോധം കൊണ്ട് നീറുന്ന മനസ്സുമായി അമ്മയുടെ കാൽക്കൽ അച്ഛൻ വന്ന് വീണില്ലേ, അച്ഛൻ ശിരസ് കുനിച്ച് നിന്നില്ലേ, അങ്ങനെ നിൽക്കുമ്പോൾ വീണ്ടും ചവിട്ടി താഴ്ത്തണോ അമ്മേ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ സുമിത്രയുടെ മനസ്സ് വല്ലാതെ അങ്ങ് കലങ്ങി മറിയോ കേട്ടോ. എന്തായാലും അനിരുദ്ധ് പറഞ്ഞ ഓരോ കാര്യങ്ങളും സുമിത്രയുടെ മെമ്മറിയിലേക്കാണ് പതിഞ്ഞത്. അമ്മേ, ഞങ്ങളെല്ലാവരും പിച്ച വെച്ച് വളർന്ന വീടാണ്. അച്ഛൻ സ്വന്തം മകളെ പോലെ അമ്മയെ സ്നേഹിച്ചു കൊണ്ട് നടന്ന വീടാ. ആ വീട് എൻ്റെ അമ്മയ്ക്ക് വേണ്ടേന്ന് ചോദിച്ചു. ആ വീട് എൻ്റെ അമ്മ നഷ്ടപ്പെടുത്തി കളയരുത്, ഇത് അച്ഛൻ്റെ ആഗ്രഹമാണെന്ന് അമ്മ അങ്ങ് വിചാരിച്ചാൽ മതി, അമ്മ വരണം, വന്നേ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രം ശ്രീനിലയത്തിലേക്ക് വരാൻ എൻ്റെ അമ്മ സമ്മതിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ സുമിത്ര എന്ത് പറയാനാ, സുമിത്ര പെട്ടില്ലേ, ശരിക്കും പെട്ടു. ഇതൊന്നും എൻ്റെ വാക്കല്ല, അച്ചച്ചൻ്റെ സ്നേഹമാണ് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മയെ ശ്രീനിലയത്തിലേക്ക് വിളിക്കുന്നത് അച്ചച്ചൻ്റെ സ്നേഹമാണ്. ഇത് നിഷേധിച്ചാൽ അച്ചച്ചനെ നിഷേധിക്കുന്നതിന് തുല്യമായി പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വരാം എന്ന് സുമിത്ര പറഞ്ഞു. എൻ്റെ നെഞ്ച് നീറുന്ന വാക്കുകളാണ് നീ എന്നോട് പറഞ്ഞത്, ഞാൻ വരാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സരസ്വതിക്കും സമാധാനമായി, അതുപോലെ നമ്മുടെ അനിരുദ്ധിനും സന്തോഷമായി. അത് കഴിഞ്ഞപ്പോൾ ഒന്നിൻ്റെയും പേരിലല്ല ഞാൻ വരുന്നത്, ആർക്കും മാപ്പ് കൊടുക്കാനൊന്നും ഞാൻ ആളല്ല, പക്ഷേ എൻ്റെ അച്ഛനെ ഓർത്ത് ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ സുമിത്ര ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു, മകനോട് ചെല്ലുന്ന കാര്യം പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ മകൻ അമ്മയെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ സന്തോഷം കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു, അമ്മയെ ആശ്വസിപ്പിച്ച്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം അവിടെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞു പിന്നെ രാത്രിയായി. നമ്മുടെ സുമിത്ര അകത്തേക്ക് കയറി വരുമ്പോൾ അമ്മ എങ്ങോട്ട് പോയതാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അപ്പുറത്തെ വീട് വരെ പോയതാണെന്നും അവർ ഒരുപാട് സഹായം നമുക്ക് വേണ്ടി ചെയ്തതാണ്, അവർ ചെയ്തു തന്ന സഹായങ്ങൾക്കുള്ള ഇതൊന്നും വീട്ടിയെടുക്കാൻ പറ്റുന്നതല്ല, പക്ഷെ ഒരു നന്ദി വാക്കെങ്കിലും നമ്മൾ പറയണ്ടേന്ന് ചോദിച്ചു. അങ്ങനെ ആ നന്ദി വാക്ക് പറയാൻ പോയതാണെന്നും പറഞ്ഞ് അങ്ങനെ നമ്മുടെ സുമിത്ര പോവുക. അപ്പോൾ അവളെപ്പറ്റി പറയുമ്പോൾ ഞാൻ കരഞ്ഞു പോവുകയാണെന്നൊക്കെ പറഞ്ഞു. ആരാ അവള്, ആരെക്കുറിച്ച് അമ്മയെ പറയുന്നതെന്ന് ചോദിച്ചപ്പം ഒരു നേഴ്സാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ച് അവളെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുക. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ അനിരുദ്ധിന് ഭയങ്കര ഇതായി. അപ്പോൾ എല്ലാവർക്കും പകരമായി അവൾ എന്നെ പരിചരിച്ചു, എൻ്റെ മക്കളെ പോലെ, എൻ്റെ അനിയത്തിയെപ്പോലെ, എൻ്റെ എല്ലാമായി സുഖമായി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ ദിവസം അവളുടെ കലങ്ങിയ കണ്ണുകൾ ഞാൻ കണ്ടു. അവൾ എന്നെ അതുപോലെ ഒരുപാട് സ്നേഹിച്ചു. പിരിയുന്ന സങ്കടം അവളുടെ മനസ്സിൽ ഒരുപാടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്നേക്കുമായി പോകും എന്നുള്ള കാര്യം പറഞ്ഞില്ല, പക്ഷേ ഒരു നന്ദി വാക്കു പറയണമെന്ന് തോന്നി, അതാ ഞാൻ കാണാൻ പോയത് എന്നൊക്കെ പറഞ്ഞു. അമ്മ പോയപ്പോൾ ഞങ്ങളെ കൂടി കൊണ്ടുപോകരുതായിരുന്നോ എന്ന് അനിരുദ്ധ് ചോദിച്ച നേരം. ഒന്ന് കാണാമായിരുന്നല്ലോ അവരെ, അപ്പോൾ അതൊന്നും വേണ്ടെന്ന് തോന്നിയെന്ന് പറഞ്ഞു. അമ്മ എന്തെങ്കിലും സഹായം നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ കാശാണോ നീ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു. അതേ അമ്മയെന്ന് പറയുമ്പോൾ അത് അവൾ വാങ്ങിക്കില്ല. ഇനി സ്നേഹം കാശിന് വേണ്ടി നൽകുന്നവരൊക്കെ ഉണ്ട്, പക്ഷേ അവൾ അങ്ങനെയല്ല, അല്ലാത്തവരും ഉണ്ട്. രണ്ടാമത് പറഞ്ഞ കൂട്ടത്തിലുള്ള ആളാണ് അവളെന്നൊക്കെ പറഞ്ഞ ആ ഒരു ഇതിലിങ്ങനെ പറയുക നമ്മുടെ സുമിത്ര. അതും പറഞ്ഞ് സുമിത്ര അകത്തേക്ക് കയറിപ്പോയി. സുമിത്ര അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പൂജയാണ്. പൂജയുടെ റൂമിലേക്ക് ആരോ വരുന്നു. അപ്പോൾ പങ്കജ് വന്ന് ഡോറിൽ തട്ടിയപ്പോൾ ആരാന്ന് പൂജ ചോദിച്ചു. ഞാനാണ്, പൂജയാണെന്ന് പറഞ്ഞു. പൂജ എന്ന് ഡോറ് തുറന്നപ്പോൾ പങ്കജ് ഇങ്ങനെ നിൽക്കുന്നു. വാ നമുക്ക് ഇറങ്ങാം, ടൈം കളയണ്ട എന്നൊക്കെ പറഞ്ഞ്. ഇന്നേ 2 മീറ്റിംഗ് ഉണ്ട്, സൈറ്റിൽ പോകണം, കസ്റ്റമറിനെ കാണണം, പിന്നെ നമുക്ക് 2 പേർക്കും പിടിപ്പത് ജോലിയുള്ള ദിവസമാണെന്ന് പറഞ്ഞപ്പം പങ്കജ് ഓഫീസിലേക്ക് പോയിക്കോളൂ, ഞാൻ പിന്നെ വന്നോളാം എന്നും പറഞ്ഞ് പൂജ നേരെ റൂമിലേക്ക് കയറി പോന്നു. പൂജ ബാഗൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പിന്നെയോ, അതെന്താ താൻ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ എനിക്ക് വീട്ടിൽ പോകണം പങ്കജ്, ഡ്രസ്സൊക്കെ അവിടെ വെച്ച് എല്ലാവരെയും കണ്ടതിന് ശേഷം ഞാൻ ഓഫീസിലേക്ക് വന്നോളാം എന്ന് പറഞ്ഞപ്പം അതൊക്കെ വേണോ പൂജ എന്ന് ചോദിച്ചു പങ്കജ്. ഞാൻ ഓഫീസിലെത്താനായിട്ടേ വൈകത്തൊന്നുമില്ല, അപ്പോൾ എന്തിനാണോ ഇത്ര തിടുക്കം എന്ന് പങ്കജ് ചോദിച്ചു. എടോ, ഓഫീസിൽ നിന്ന് വൈകിട്ട് വീട്ടിലോട്ട് പോയാൽ പോരെന്ന് ചോദിച്ചപ്പോൾ തിടുക്കമുണ്ട്. ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലേ പങ്കജ്, എനിക്ക് എൻ്റെ അമ്മയെ കാണണം. അതുമാത്രമല്ല പുതിയ വീട്ടിലേക്ക് താമസം മാറുകയല്ലേ ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അവിടെ എല്ലാവരും ഇപ്പം എത്തും, എനിക്കും അങ്ങോട്ടേക്ക് എത്തണമെന്ന് പറഞ്ഞു. ഞാൻ മാത്രം ഇല്ലെങ്കിൽ അത് മോശമാണ്, അവരെന്ത് കരുതും എന്ന് ചോദിച്ചു. അപ്പോൾ അവരെന്ത് കരുതാനാ, അവരൊന്നും കരുതില്ല. ഞാൻ ഇവിടേക്ക് താമസം മാറിയത് എന്തിനാണെന്നുള്ളത് പങ്കജിന് അറിയില്ലേ എന്ന് ചോദിച്ചു. ആ ഒരു അവസ്ഥ ഇപ്പം അവിടെ ഇല്ല, എന്നിട്ടും ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നില്ലെങ്കിലേ അവർ വേറെ എന്തെങ്കിലും വിചാരിക്കില്ലേ എന്നൊക്കെ ചോദിച്ചു.
നീ അവരുടെ അടുത്തേക്ക് പോകണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, വൈകുന്നേരം പോകാമെന്നല്ലേ പറഞ്ഞുള്ളൂ. എനിക്കറിയാം ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിൽ പങ്കജിന് വിഷമമുണ്ടെന്ന്, അതാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞപ്പോൾ പങ്കജ് ഒന്നും അല്ലാത്ത പോലെ ഇങ്ങനെ നിൽക്കുക. എൻ്റെ പങ്കജേ, നമ്മൾ എന്നും കാണുന്നുണ്ടല്ലോ, അതുമാത്രമല്ല ഞാൻ ഈ വീട്ടിലേക്കും വരുമല്ലോ, പിന്നെ എന്തിനാ താനിങ്ങനെ വിഷമിക്കുന്നേ? ശരി, ഞാൻ ഇനി നിർബന്ധിക്കുന്നില്ല എന്ന് പങ്കജ് നേരം പറഞ്ഞു. നിങ്ങളുടെ പുതിയ വീട്ടിൽ ഞാൻ കൊണ്ടുവിടാം തന്നെ. താൻ വരാൻ പറഞ്ഞപ്പോൾ വേണ്ട പങ്കജ്, താൻ ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ അനിരുദ്ധേട്ടൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ തന്നെ കൊണ്ടുവിടാൻ പറയാനാണ് ഞാൻ ആദ്യം കരുതിയത്. അപ്പോഴാണ് അനിരുദ്ധേട്ടൻ വരുന്ന കാര്യം ഞാൻ അറിഞ്ഞതെന്ന് പറഞ്ഞു. അയാളോട് വരണ്ടാന്ന് പറയൂ, ഞാൻ കൊണ്ടുവന്ന് വിടാൻ തന്നെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അയ്യോ അനിരുദ്ധേട്ടൻ ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞു, ഇപ്പോൾ തന്നെ ഇവിടെ എത്തും, ഇനിയിപ്പോൾ അത് വരണ്ടാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ, ഞാൻ എങ്ങനെ അത് പറയാമെന്നൊക്കെ അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ശരിയെന്നും പറഞ്ഞുകൊണ്ട് പങ്കജ് അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ പൂജ ഇങ്ങനെയെല്ലാം പായ്ക്കുകയായിരുന്നു. തൊട്ടു പിന്നാലെ ശ്രീനിലയത്തിൻ്റെ പടി ചവിട്ടിക്കൊണ്ട് എല്ലാവരും ശ്രീനിലയത്തിലേക്ക് എത്തുന്നു വളരെ സന്തോഷത്തോടെ. കാലങ്ങൾക്ക് ശേഷം നമ്മുടെ സുമിത്രയുടെയും ആ കുടുംബത്തിൻ്റെയും ഒക്കെ കാൽപാദങ്ങൾ ആ ശ്രീനിലയത്തിൽ പതിക്കാൻ പോകുന്നു. അപ്പോഴേക്കും നമ്മുടെ ശീതള പറഞ്ഞു, ഇനി വീണ്ടും ഈ വീട്ടിലേക്ക് വരാനോ അല്ലെങ്കിൽ ഈ വീട്ടിൽ താമസിക്കാനോ ഒന്നും പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല എന്നൊക്കെ. അപ്പോൾ എൻ്റെ മോൻ മാത്രം ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മക്കറിയുക. സരസ്വതി അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിട്ടോ മകനില്ലാത്തതിൻ്റെ. സരസ്വതി അമ്മ വലതുകാലം വെച്ച് അകത്തേക്ക് കയറി, ഡോറയിലൊക്കെ തൊട്ട് തലോടി, എന്നിട്ട് ആ ഡോറൊക്കെ തുറന്ന് അകത്തേക്ക് കയറി. പിന്നെ അവരെല്ലാവരും കൂടെ അകത്തേക്ക് കയറി ചെല്ലുക. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയുണ്ട്. അമ്മേ, ഇത് നമ്മുടെ പുതിയ വീടാണോ എന്ന് സ്വരമോട് ചോദിച്ചപ്പോൾ ഇതാ മോളുടെ മുത്തശ്ശൻ്റെ വീടെന്ന് പറഞ്ഞു. ആണോ? എന്നിട്ട് മുത്തശ്ശൻ എവിടെയാണെന്ന് ചോദിച്ചു കൊച്ച്. അപ്പോൾ വാ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നമ്മുടെ സുമിത്ര മുത്തശ്ശനെ കാണിക്കാനായിട്ട് പോണു. അങ്ങനെ ചെന്ന് അച്ഛൻ്റെ ആ ഫോട്ടോ സുമിത്ര ഇങ്ങനെ കാണിക്കുന്നു. അങ്ങനെ സുമിത്രയും വീട്ടുകാരും കൂടി വീടിനകത്തേക്ക് കയറി ചെന്നപ്പോൾ നിറസാന്നിധ്യമായി അവിടെ ആ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.